ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ അധികം ഫിഷ് കറികളുണ്ട് നമ്മുടെ കേരളത്തിൽ. തനതായ അതായത് നല്ല രീതിയിൽ നാടൻ സ്റ്റൈലിലുള്ള ഫിഷ് കറിയുണ്ട്. കോട്ടയംകാർക്ക് വേറെതാണ് ഒരു ഫിഷ് കറി. പിന്നെ മുളകിട്ട വെച്ച മീൻകറി, തേങ്ങാൻ പാലൊഴിച്ച മീൻകറി, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫിഷ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് കറി എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല നാടൻ മീൻകറിയാണ്. മുളകിട്ട നല്ല നാടൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കണ്ടേ. അതിങ്ങനെയാണ്: കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് തിരുപ്പി വെച്ച ഫിഷ് ഒരു 15 മിനിറ്റോളം വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കുടംപുളി വെള്ളത്തിലിട്ട്, തലേ ദിവസമൊക്കെ വെള്ളത്തിലിട്ട് അതങ്ങ് പിഴിഞ്ഞിടുക. നല്ല അടിപൊളി പൾപ്പാണ്. അപ്പം നമ്മുടെ കുടംപുളി പിഴിഞ്ഞതും കൂടി ഈ മീൻകറിക്ക് വേണം. പിന്നെ ഒരു തക്കാളി നല്ലോണം ക്യൂബാക്കി അരിഞ്ഞത്. ഇത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്, ഡയറക്റ്റായിട്ട് ഇടുന്നില്ല, പേസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം നമ്മുടെ നാടൻ മീൻകറിയാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നല്ല നീളത്തിലരിഞ്ഞ ജിഞ്ചറാണ്. കാരണം മീൻകറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ആ ഒരു ജിഞ്ചറിൻ്റെ ഒരു സാന്നിധ്യം വേണമല്ലോ നമ്മുടെ ഫിഷ് കറി. എന്നാലാണ് നമ്മുടെ ഫിഷ് കറി ഒരു കിടുവായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മുടെ ഫിഷ് കറിക്ക് കുറച്ച് എരിവൊക്കെ വേണ്ടേ, അതുകൊണ്ട് 4-5 നല്ല പച്ചമുളക് 1/2 ചെയ്തെടുത്തതുണ്ട്, നല്ല സ്ലിറ്റ് ചെയ്തെടുത്തതുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളക് നമുക്ക് ഫിഷ് കറിക്ക് വേണം. പിന്നെ നമുക്ക് ഫിഷ് കറിയിലൊന്ന് കാച്ചി ഒഴിക്കാൻ, നമ്മൾ എണ്ണയിലിട്ടൊന്ന് കുറച്ച് മുളക് ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞുള്ളിയില്ലേ, അതൊന്ന് കാച്ചി ഒഴിക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ കാണിച്ച് ടൊമാറ്റോ സോട്ട് ചെയ്ത് ഇതും അതിലേക്ക് ഫിഷ് കറിയിലേക്ക് ഇട്ടിട്ട്, അതായത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇടാനുള്ളതാണ്, ഫിഷ് കറിയിലേക്ക് ഇടാനുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ നാടൻ ഫിഷ് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. ഒരു പാത്രം വെച്ച് അതിലേക്ക് നല്ല നമ്മുടെ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബ് ചെയ്ത് കട്ട് വെച്ച നമ്മുടെ ടൊമാറ്റോ ഉണ്ട്, തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ ഫിഷ് കറിയുടെ ഒരു ഏകദേശം ടേസ്റ്റൊക്കെ കൊണ്ടുവരുന്നത് ഈ തക്കാളിയാണ്. മുളകിട്ട തക്കാളി ആണെങ്കിലും ഒരു പുളിപ്പ് വേണം, നമ്മുടെ ടാമറിൻ്റെ പുളിപ്പല്ലാതെ വേറെ ഒരു പുളിപ്പ് ശരിക്കും ഈ ടൊമാറ്റോ നമ്മുടെ ഫിഷ് കറിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൊമാറ്റോ ആദ്യം ഒന്ന് സോട്ട് ചെയ്ത് ചെറിയൊരു പച്ചച്ചുക അതിനെ മാറ്റിയെടുക്കുന്നത്. മുഴുവനായിട്ട് മാറ്റുന്നില്ല, ഒരു ലൈറ്റായിട്ടുള്ളൊരു പച്ചച്ചുവ ഉണ്ടാവും ടൊമാറ്റോയ്ക്ക്. നമുക്ക് പൊതുവെ ആർക്കും ഇഷ്ടമല്ല, അതൊന്നും നമുക്ക് ലൈറ്റായിട്ടൊന്ന് മാറ്റിയെടുത്തേക്കാം. നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫിഷ് കറിക്ക് നമ്മൾ പേസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുളകിട്ട മീൻകറി ഒന്നും കിടുക്കനായിരിക്കില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് സോട്ടായി വന്ന് കഴിയുമ്പോൾ, ഏകദേശം ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്, മസാലാസ് ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇപ്പം കാണാം കേട്ടോ. നമ്മൾ ഈ പേസ്റ്റ് മിക്സിയിലടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. നമുക്ക് ഫിഷ് കറി നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കാൻ പോകണമല്ലോ, അപ്പോൾ നമ്മുടെ ഓൾറെഡി സോട്ടായി വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് എരിവ്, നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണോ അത്രത്തോളം നമുക്ക് ആഡ് ചെയ്യാം. മുളക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എരിവ് പൊങ്ങി നിൽക്കണം. നമ്മൾ മീൻ മുളകിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഒരു പടി എരിവ് എപ്പോഴും പൊങ്ങി നിൽക്കണം, അല്ലാതെ ഒരു പുളിയും ഒരു പടി പൊങ്ങി നിൽക്കണം. എന്നാലാണ് ശരിക്കും ഒരു മുളക് കറി, മീൻ മുളകിട്ട ഒരു കറി നമുക്ക് ഒരു ടേസ്റ്റ് ആക്കിയിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കൊരു കാഴ്ചപ്പാട്. പലർക്കും പല രീതിയായിരിക്കും, പലർക്കും പല ടേസ്റ്റ് ആയിരിക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് നന്നായിട്ട് ഇളക്കി, ഒന്ന് ചെറുതായിട്ടൊന്ന് മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ലൈറ്റായിട്ടൊന്ന് എടുക്കാം. ഇനി നമുക്ക് മീൻകറിക്ക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മീൻകറിക്ക് ഒഴിക്കാനായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ഇങ്ങോട്ട് നമ്മൾ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ച് പിഴിഞ്ഞ് വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ കാലത്തിട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞ് വെച്ചതോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കട്ടിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന കുടംപുളിക്ക് ഉണ്ടാവുക. അതൊന്ന് ഒരു കുറച്ച് നിങ്ങൾക്ക് എത്ര പുളിയുടെ ഒരു അളവ് നമുക്കറിയാലോ, അതനുസരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിയും എരിവും വേണ്ടേ, അതുകൊണ്ട് 1/2 ചെയ്ത ചില്ലി നമ്മുടെ കുടംപുളി ഇട്ട് നമ്മുടെ മീനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഫിഷ് കറിക്ക് ഒരു എരിവും അതൊക്കെ ഉള്ള ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു മീൻ കറിക്ക് പിന്നെ അടുത്തൊരു എരിവും പുളിയും വേണമെന്ന്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല വട്ടി പോലെ അരിഞ്ഞെടുത്ത ജിഞ്ചറാണ്. ജിഞ്ചർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചറിൻ്റെ ഒരു ഫ്ലേവറും പുളിയുടെ ഫ്ലേവറും എരിവിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഫിഷ് കറി വേറെ ലെവലായി മാറി. ഇനി നമ്മൾ നേരത്തെ സോട്ട് ചെയ്തെടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് ഒന്ന് നമ്മുടെ ഫിഷ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പേസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ പോരാ, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വെള്ളം ചേർക്കൊന്നും വേണ്ട. അതിന് പകരം ഇപ്പം നിങ്ങളുടെ ഇതിൽ ഈ നമ്മൾ മിക്സിയിലടിച്ച പേസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കില്ലേ, അതിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് വീണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അതിലുള്ള എല്ലാ സാധനവും ക്ലീനായിട്ട് വരികയും ചെയ്യും. ഇതേപോലെ അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ മീൻകറിക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് വെള്ളമായി ആ മസാല ഉള്ളത് ഫുള്ളും അങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ വന്ന് നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സിയിലായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക. സംഭവം റെഡിയായി, കറക്റ്റ് അളവാകും. ഇനി ഇത് ഒരു നല്ലൊരു ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല വുഡിൻ്റെ സ്പൂൺ ഇത് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് അതൊന്നും കുക്ക് ചെയ്യുന്നില്ലേന്ന്. കുക്ക് ചെയ്യും. ഇനിയാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, വേറൊരു മസാലയും നമുക്കിനി ആഡ് ചെയ്യേണ്ട. ഇതിങ്ങനെ തിളച്ച് വറ്റി വരും ആ ഫിഷിലൊക്കെ. ആ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. നമ്മുടെ ഫിഷ് കറി കിടുവായിട്ടിരിക്കും. നമ്മുടെ നാടൻ ഫിഷ് കറി ഇതേ റെഡി ആവാൻ പോവുകയാണ്. ഫിഷ് കറി ഇവിടെ റെഡി ആവാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ച് ആ ചട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ടീസ്പൂണും വേണ്ട, ഒന്നും ഇളക്കി കൊടുക്കുകയും വേണ്ട. അത് അവിടെ കിടന്ന് ആ ചട്ടിയിൽ കിടന്നൊന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ ഫിഷ് കറി അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് തട പിടിച്ച് സ്പൂണില്ലാതെ തടയൊന്ന് പിടിച്ചിട്ട്, അതായത് തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊന്ന് കൊടുക്കണം. അതായത് നമ്മുടെ എല്ലാ സ്ഥലവും കറക്റ്റായോ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി അല്ല, നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും പറയാറുള്ള പോലെ വെള്ളിയാഴ്ച അല്ലെങ്കിലും എനിക്ക് എന്നും വെള്ളി തന്നെയാട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി മാറി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നല്ല ഷാപ്പുള്ള മീൻകറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അത് കുറച്ച് കപ്പയും കുറച്ച് കള്ളും ഉണ്ടെങ്കിൽ ആഹാ എൻ്റെ പൊന്നോ എന്താ രസം എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്. ഒരിക്കലും നമുക്ക് കാച്ചി ഒഴിക്കണം. നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ഉള്ളി ഒന്ന് എണ്ണ ചൂടാക്കി അതിലൊന്ന് മൂപ്പിച്ച് ഒരു മുളക് പൊടിയും കുറച്ചൊക്കെ ഇട്ട് ഒന്ന് ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി അതൊന്ന് മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മീൻകറി നല്ല ട്രഡീഷണലും നാട്ടനും മീൻകറി എന്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്ത് നല്ല കേരള സ്റ്റൈൽ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രാവലിംഗ് ഷെഫിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിലെ അടിപൊളി റെസിപ്പികളിൽ ഒരു റെസിപ്പി തന്നെയാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.